Good afternoon. Good afternoon, Miss. So let's start. The last class we discussed about fundamental circuit and fundamental cut set and one problem related to this. Okay, then what do you mean by fundamental circuit and fundamental cut set? What is it? Fundamental circuit. Spanning treeയിലെ one code add ചെയ്യുമ്പോൾ കിട്ടുന്ന സർക്യൂട്ട്. കട്ട് സെറ്റ് തന്നെ അതിൻ്റെ അകത്ത് ഒരു ബ്രാഞ്ച് മാത്രമേ ഉണ്ടാവൂ സ്പാനിങ് ട്രീൻ്റെ. So fundamental circuit means a circuit is formed by adding a code to a spanning tree is known as fundamental circuit. So with respect to a spanning tree, the number of fundamental circuit is E minus n plus 1. Okay. Then fundamental cut set. Fundamental cut set is a cut set that includes write down the question. Consider the graph G. Consider the graph G and any one of its spanning tree T. Find all fundamental circuits and fundamental cut set with respect to the spanning tree T. Find all fundamental circuits and fundamental cut set with respect to the spanning tree T. ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് പറയാം. So first you have to draw a spanning tree അല്ലേ? So ഞാനൊരു സ്പാനിങ് ട്രീ ഡ്രോ ചെയ്യാണ്. Okay. E1, E3, E5, E7. Okay. The next we have to find the number of fundamental circuits and number of fundamental cut set. The first find number of fundamental circuits. Hello. The equation of the number of fundamental circuit equation എന്താ? E minus n plus 1. E minus n plus 1.
Okay, here number of edges 1, 2, 3, 4, 5, 6, 7, right? 7 minus number of vertices 1, 2, 3, 4, 5. 5 plus 1. So which is equal to 3. Okay, and next you have to find the number of branches and chords with respect to this spanning tree. So what are the branches and what are the chords? ഏതൊക്കെയാണ് branches? E1, E3, E5, E7. E7. Then chords. E8, E6, E4. E8, E6, E4. ഓക്കെ, നിങ്ങൾക്കറിയാം ഓരോ കോഡ്സ് ആയിരിക്കും എന്ത് ഫണ്ടമെന്റൽ സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ഏതൊക്കെയെന്ന് പറഞ്ഞേ? ഫണ്ടമെന്റൽ സർക്യൂട്ട് ഫസ്റ്റ് വൺ E1, E3, E8. E1, E3, E8 ഇതൊരു ഫണ്ടമെന്റൽ സർക്യൂട്ട് ആണ്. ഓക്കെ, E1, E3, E8 and the second one E3, E5, E4. E3, E5, E4 and third one E5, E7, E6. E5, E7, E6 E5, E7, E6. ഓക്കെ, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തോ. കംപ്ലീറ്റ് ചെയ്തോ? മിസ്. Okay, so the next find out the number of fundamental cut set. Equation എന്താ? n minus 1 which is equal to here n equal to 5. 5 minus 1 equal to 4. Okay, ഒന്ന് പറഞ്ഞേ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ കട്ട് സെറ്റ്? ഫസ്റ്റ് വൺ എനിക്കറിയാം ഓരോ ബ്രാഞ്ചസ് ആയിരിക്കും എന്ത് ഫണ്ടമെന്റൽ കട്ട് സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്രാഞ്ച് എന്താ? E1. E1 യൂസ് ചെയ്തിട്ട് ഏതായിരിക്കും ഫണ്ടമെന്റൽ കട്ട് സെറ്റ്? E1, E8. E1, E8. ഓക്കെ അല്ലേ? Okay. Then second one E3. E3 ആണ് ബ്രാഞ്ച്. E3 യൂസ് ചെയ്തിട്ട് ഏതായിരിക്കും ഫണ്ടമെന്റൽ കട്ട് സെറ്റ്? നിങ്ങൾക്കറിയാം ഫണ്ടമെന്റൽ കട്ട് സെറ്റിൽ എക്സാക്ട്ലി 1 ബ്രാഞ്ച് ആയിരിക്കും, റിമൈനിങ് എന്തായിരിക്കും? കോഡ്സ് ആയിരിക്കും.
ഏതായിരിക്കും? E4, E3, 8. ഓക്കെ, ഇത്രയും എഡ്ജസ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്ട് ആവും. സോ E3, E4, E8. Then third one ഒന്ന് പറഞ്ഞേ. E5 യൂസ് ചെയ്തിട്ട് ഏതായിരിക്കും ഫണ്ടമെന്റൽ കട്ട് സെറ്റ്? E4, E5, E6 വരില്ലേ? ഓക്കെ, E4, E5, E6. Then fourth one E7 യൂസ് ചെയ്തിട്ട് E6, E7. E6, E7, E6, E7. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ? മിസ്. എല്ലാവർക്കും ഈ പ്രോബ്ലം ഓക്കെ ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒന്ന് റിപ്ലൈ തന്നെ. മിസ് ഓക്കെ. അമൽ രവീന്ദ്രൻ, അമൽ സുരേന്ദ്രൻ, ആരോമൽ, വൈഷ്ണവി, ഓക്കെ. The next, a theorem for you. Write down the theorem. Every circuit has even number of edges in common with any cut set. Every circuit has even number of edges in common with any cut set. ഓക്കെ, സോ തിയറി എന്താ പറയുന്നത്? ഒരു ഗ്രാഫില് ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു കട്ട് സെറ്റ് കൺസിഡർ ചെയ്താൽ അതിൽ കോമൺ എഡ്ജസ് ഉണ്ടെങ്കിൽ ദാറ്റ് നമ്പർ ഓഫ് കോമൺ എഡ്ജ് ഷുഡ് ബി ഈവൺ ആയിരിക്കണം. ഓക്കെ, ഗ്രാഫിൽ ഏതൊരു സർക്യൂട്ടും കട്ട് സെറ്റും കൺസിഡർ ചെയ്താൽ അതിൽ കോമൺ എഡ്ജസ് ഉണ്ടെങ്കിൽ ആ കോമൺ എഡ്ജസിന്റെ കൗണ്ട് എന്തായിരിക്കും? ഈവൺ ആയിരിക്കണം. ഇതാണ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാം? സോ സപ്പോസ് നിങ്ങൾ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. G is a graph and S is a cut set. Okay, so we know that the removal of this cut set disconnect the graph, right? ആക്ച്വലി അതിന്റെ മീനിങ് എന്താ? ഈ ഒരു കട്ട് സെറ്റ് നിങ്ങളുടെ ഗ്രാഫിലെ വെർട്ടിസസിനെ രണ്ട് സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സേ V1 and V2. സോ നിങ്ങൾ ഇത് ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് കട്ട് സെറ്റ്. സോ ഇത്രയും എഡ്ജസ് റിമൂവ് ചെയ്താൽ ഗ്രാഫിലെ വെർട്ടീസസിനെ രണ്ട് സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാം, V1 and V2. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നിങ്ങളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. സിമ്പിൾ പറയാം, ഗാമ. ഓക്കെ, ഈ സർക്യൂട്ടിലെ എല്ലാ വെർട്ടീസസും നമ്മൾ അസ്യൂം ചെയ്യാണ്, സർക്യൂട്ടിലെ എല്ലാ വെർട്ടീസസും ഒന്നെങ്കിൽ എന്താണ് ഈ V1 എന്ന് പറയുന്ന സെറ്റിലായിരിക്കും, അല്ലെങ്കിൽ V2 എന്ന് പറയുന്ന സെറ്റിലായിരിക്കും. സപ്പോസ് ഞാൻ കൺസിഡർ ചെയ്യുന്ന സർക്യൂട്ട് ഇതാണ്. ഓക്കെ, സോ ഈ സർക്യൂട്ടിലെ എല്ലാ വേർട്ടെക്സ് എന്താണ്? V1 എന്ന് പറഞ്ഞ സെറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തത്, റൈറ്റ്?
ഹലോ, ഓക്കെ. എല്ലാ വേർട്ടെക്സും എന്താണ് ഈ V1 എന്ന് പറഞ്ഞ സെറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഇനിയാണ് ക്വസ്റ്റ്യൻ, the number of edges common to this cut set and this circuit എത്രയായിരിക്കും? ഈ സർക്യൂട്ടിലെ എഡ്ജസും കട്ട് സെറ്റിലെ എഡ്ജസും ചെക്ക് ചെയ്താൽ കോമൺ എഡ്ജസ് എത്രയുണ്ട്? 0 ആയിരിക്കില്ലേ? ഇതാണ് സർക്യൂട്ട് ആൻഡ് ഇതാണ് എന്ത്? കട്ട് സെറ്റ്. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് കോമൺ ടു സർക്യൂട്ട് ആൻഡ് കട്ട് സെറ്റ് ഈക്വൽ ടു 0. അപ്പൊ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. ഓക്കെ, ദെൻ അതുപോലെ സപ്പോസ് ദിസ് ഈസ് മൈ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ എല്ലാ വെർട്ടെക്സും എന്താണ്? V2ലാണ് എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ എന്തായിരിക്കും? നമ്പർ ഓഫ് എഡ്ജസ് കോമൺ ടു സർക്യൂട്ട് ആൻഡ് കട്ട് സെറ്റ് ഈക്വൽ ടു 0. അപ്പൊ 0 എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ ഈവൺ നമ്പർ. ഓക്കെ, ഇത്ര വരെ എല്ലാവർക്കും ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് ഞാൻ അസ്യൂം ചെയ്യാണ്, ഞാൻ കൺസിഡർ ചെയ്യുന്ന സർക്യൂട്ടിലെ സം വെർട്ടീസസ് ഇൻ V1 ആൻഡ് സം ഇൻ V2. ഇതാണ് എൻ്റെ സർക്യൂട്ട്. ഓക്കെ, സർക്യൂട്ടിന്റെ കുറച്ച് വെർട്ടെക്സ് V1-ലുണ്ട്, അനദർ കുറച്ച് വെർട്ടെക്സ് എവിടെയുണ്ട്? V2-ലുണ്ട്. ഞാൻ നെക്സ്റ്റ് ട്രാവേഴ്സ് ചെയ്യാണ്, ഈ സർക്യൂട്ടിനെ ട്രാവേഴ്സ് ചെയ്യാണ്, ഓരോ എഡ്ജും വെർട്ടീസസ് ആയിട്ട് ട്രാവേഴ്സ് ചെയ്യാണ്. നിങ്ങൾക്കറിയാം സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് നേച്ചർ ആണ്. നിങ്ങൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ദ നമ്പർ ഓഫ് എഡ്ജസ് ട്രാവേഴ്സ് ബിറ്റ്വീൻ V1 ആൻഡ് V2 എത്രയായിരിക്കും? ഇവിടെ 2 അല്ലേ? V1 V2 ഇതിന്റെ ഇടയിൽ ട്രാവേഴ്സ് ചെയ്യുന്ന എഡ്ജിന്റെ കൗണ്ട് എത്ര? ഇവിടെ 2 ആണ്, വിച്ച് ഈസ് E1. ഓക്കെ, ദെൻ നിങ്ങൾ ഈ കട്ട് സെറ്റ് കൺസിഡർ ചെയ്താൽ ഈ കട്ട് സെറ്റിന്റെ 4 ഇവിടെ എഡ്ജസ് ഉണ്ട് അല്ലെ? 4 എഡ്ജസ് എന്താണ്? കട്ട് സെറ്റ് ആണ്. ഈ കട്ട് സെറ്റിന്റെ ഒരു n വെർട്ടീസസ് എവിടെയാണ്? V1-ലാണ്. അനദർ n വെർട്ടീസസ് എവിടെയാണ്? V2-ലാണ് ഉള്ളത്. ഈ ഗ്രാഫിലെ വേറൊരു എഡ്ജസിനും ആ ഒരു പ്രോപ്പർട്ടി ഇല്ല. നിങ്ങൾക്ക് എന്ത് പറയാം? ഞാൻ കൺസിഡർ ചെയ്ത സർക്യൂട്ടും ഈ കട്ട് സെറ്റിലും എത്ര കോമൺ എഡ്ജസ് ഉണ്ട്? ഒന്ന് പറഞ്ഞേ. എത്രയാണ് കോമൺ എഡ്ജസ്? എന്റെ കട്ട് സെറ്റ് ഇതാണ്. S ഈക്വൽ ടു E1, E2, E3, E4. ഓക്കെ, സർക്യൂട്ടിലും അതുപോലെ എഡ്ജസ് ഉണ്ട്. അവിടെ എന്താ? E1, E2. ഈ സർക്യൂട്ടും കട്ട് സെറ്റും കൺസിഡർ ചെയ്താൽ കോമൺ എഡ്ജസ് ഏതൊക്കെയാണ്? E1, E2 ആണ്. അതിന്റെ കൗണ്ട് എന്താ? E1. ഓക്കെ ആണോ? നിങ്ങൾ ഫസ്റ്റ് എന്താ പറയാ? ഒരു കട്ട് സെറ്റ് കൺസിഡർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം കട്ട് സെറ്റ് ഗ്രാഫിലെ വെർട്ടീസസിനെ 2 സെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, V1 ആൻഡ് V2. ദെൻ നെക്സ്റ്റ് ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് പറയാം എന്ത്? ആ സർക്യൂട്ടിലെ എല്ലാ വെർട്ടീസസും സെറ്റ് V1-ലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ V2-ലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോഴെന്തായിരിക്കും? ആ സർക്യൂട്ടും കട്ട് സെറ്റും തമ്മിലുള്ള കോമൺ എഡ്ജ് എന്തായിരിക്കും? 0 ആയിരിക്കും, വിച്ച് ഈസ് ഈവൺ നമ്പർ. 0 എന്ന് പറയുന്നത് ഈവൺ ആയിരിക്കും. നെക്സ്റ്റ് നിങ്ങൾ എന്ത് പറയണം? സപ്പോസ് നിങ്ങൾ കൺസിഡർ ചെയ്ത സർക്യൂട്ടിന്റെ സം വെർട്ടീസസ് V1-ലും അനദർ V2-ലാണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ദെൻ സർക്യൂട്ടിനൊന്ന് ട്രാവേഴ്സ് ചെയ്യാം. സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് നേച്ചർ ആയതുകൊണ്ട് ദ നമ്പർ ഓഫ് എഡ്ജസ് ട്രാവേഴ്സ്ഡ് ബിറ്റ്വീൻ V1 ആൻഡ് V2 എന്തായിരിക്കും? E1 ആയിരിക്കും.
ഓക്കെ, ദെൻ നിങ്ങൾ പറയാം കട്ട്സെറ്റിന്റെ കേസിൽ എല്ലാ എഡ്ജസും നോക്കിയാലും ആ എഡ്ജസിന്റെ ഒരു വെർട്ടെക്സ്, ഒരു എൻ വെർട്ടെക്സ് V1ലും അനദർ എൻ വെർട്ടെക്സ് എന്താണ് V2ലായിരിക്കും ഉണ്ടാകുന്നത്. വേറൊരു എഡ്ജസിനും ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല. നിങ്ങൾക്ക് എന്ത് പറയാം? ഫ്രം ദിസ് യു ക്യാൻ സേ ദാറ്റ് ദ നമ്പർ ഓഫ് എഡ്ജസ് കോമൺ ടു S and gamma is 0, sorry, even. ഓക്കെ ആണോ തിയറം? ഒന്ന് എല്ലാരും റിപ്ലൈ തന്നെ ഒന്ന്. സെവിൻ, ഷബിൻ. ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു തിയറും, എല്ലാ യൂണിവേഴ്സിറ്റിക്കും ചോദിക്കുന്ന ഒരു തിയറാണ്. ഓക്കെ ആണോ? Okay, the next theorem, write down the theorem. With respect to a given spanning tree T, a code Ci that determines the fundamental circuit gamma occurs in every fundamental cut set associated with the branches in gamma and in no other. ഓക്കെ, പെട്ടെന്ന് തിയറം ഒന്ന് റൈറ്റ് ചെയ്യാം. തിയർ എന്താ പറയുന്നത്? എ കോഡ് Ci that determines the fundamental circuit. നിങ്ങൾക്കറിയാം ഫണ്ടമെന്റൽ സർക്യൂട്ട് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു കോഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹിയർ G is a graph, T is a spanning tree. Ci എന്ന് പറയുന്ന ഒരു കോഡാണ്. ഓക്കെ, സോ ഈ ഒരു കോഡ് എന്ത് ചെയ്യും? ഒരു ഫണ്ടമെന്റൽ സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. നിങ്ങൾക്കറിയാം ഫണ്ടമെന്റൽ സർക്യൂട്ടിൽ ഒരു എഡ്ജ് എന്തായിരിക്കും? കോഡായിരിക്കും. റിമൈനിങ് എഡ്ജസ് എന്തായിരിക്കും? ബ്രാഞ്ചസ് ആയിരിക്കും. ഓക്കെ, ദെൻ ഈ ഫണ്ടമെന്റൽ സർക്യൂട്ടിലെ ഓരോ ബ്രാഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു ഫണ്ടമെന്റൽ കട്ട് സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഫണ്ടമെന്റൽ കട്ട് സെറ്റ്. ഫസ്റ്റ് എന്താ? V1 യൂസ് ചെയ്തിട്ട് ഒരു ഫണ്ടമെന്റൽ കട്ട് സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ആ ഫണ്ടമെന്റൽ കട്ട് സെറ്റിൽ എന്താണ്? 1 എഡ്ജ് ബ്രാഞ്ച് ആയിരിക്കും. റിമൈനിങ് എന്തായിരിക്കും? കോഡായിരിക്കും. ഓക്കെ, അതുപോലെ എന്താ? V2 യൂസ് ചെയ്തിട്ടും ഫണ്ടമെന്റൽ കട്ട് സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫണ്ടമെന്റൽ കട്ട് സെറ്റിൽ എന്തായിരിക്കും? ഈ Ci എന്ന് പറയുന്ന കോഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു ഫണ്ടമെന്റൽ സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ഒരു ബ്രാഞ്ച് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ഫണ്ടമെന്റൽ കട്ട് സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഈ Ci എന്ന് പറയുന്ന കോഡ് ഉണ്ടാവില്ല. ഇതാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. തിയറം ഓക്കെ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പൊ എന്താ വേണ്ടത്? Ci എന്ന് പറയുന്ന കോഡ് ഒരു ഫണ്ടമെന്റൽ സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫണ്ടമെന്റൽ സർക്യൂട്ടിലെ ഓരോ ബ്രാഞ്ച് യൂസ് ചെയ്തിട്ടും നമുക്ക് എന്താണ്? ഫണ്ടമെന്റൽ കട്ട് സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ആ എല്ലാ ഫണ്ടമെന്റൽ കട്ട് സെറ്റ് എന്തായിരിക്കും? ഈ Ci എന്ന് പറയുന്ന കോഡ് ഉണ്ടായിരിക്കും. വേറൊരു ഫണ്ടമെന്റൽ കട്ട് സെറ്റിലും Ci കോഡ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഇങ്ങനെ പ്രൂവ് ചെയ്യാം. So G is a graph and T is a spanning tree. Then Ci is a core. Then ഈ Ci എന്നൊരു ഫണ്ടമെന്റൽ സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഫണ്ടമെന്റൽ സർക്യൂട്ട് എന്തൊക്കെ ഉണ്ടായിരിക്കാം? കോഡ് ഉണ്ടാവാം, ബ്രാഞ്ചസ് ഉണ്ടാവാം. V1, V2 up to Vk. So here the number of branches k ആണ്. ഓക്കെ,
ഇതാണ് ഫണ്ടമെന്റൽ സർക്യൂട്ട് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി കോഡ് CI. നെക്സ്റ്റ് ഇവിടെ നമുക്ക് എന്താ ഫണ്ടമെന്റൽ കട്ട് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് B1 യൂസ് ചെയ്തിട്ട് എന്താണ് ഫണ്ടമെന്റൽ കട്ട് സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. എന്തൊക്കെയായിരിക്കാം എഡ്ജസ് B1, റിമൈനിങ് എന്തായിരിക്കും കോഡ്സ് ആയിരിക്കും. Number of codes equal to Q. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ പ്രീവിയസ് തിയറി ഉണ്ട് എന്താണ് ഒരു സർക്യൂട്ട് കട്ട് സെറ്റ് കൺസിഡർ ചെയ്താൽ കോമൺ എഡ്ജസ് എന്തായിരിക്കും ഈവൺ ആയിരിക്കും. ഇവിടെ ഏതൊക്കെയായിരിക്കും കോമൺ എഡ്ജസ്? B1 കോമൺ ആണ് അല്ലേ? B1 കോമൺ ആണ്. ദെൻ അതുപോലെ CI എന്ന് പറയുന്നത് എന്തായിരിക്കും വൺ ഓഫ് ദീസ് കോഡ്സ് ആയിരിക്കും. CI എന്ന് പറയുന്നത് C2 ആവാം അല്ലെങ്കിൽ CQ ആവാം, റൈറ്റ്? സോ ഈ ഫണ്ടമെന്റൽ സർക്യൂട്ടും ഫണ്ടമെന്റൽ കട്ട് സെറ്റും കൺസിഡർ ചെയ്താൽ ഇവിടെ കോമൺ എഡ്ജസ് എത്രയായിരിക്കും? 2 ആയിരിക്കും, വിച്ച് ഈസ് ഈവൻ. Okay, the next I'm creating another fundamental cut set using B2. B2, C1, C2, CQ. സോ ഇതിന്റെ കേസിൽ എന്താണ് ഫണ്ടമെന്റൽ സർക്യൂട്ടും ഫണ്ടമെന്റൽ ഈ കട്ട് സെറ്റും കൺസിഡർ ചെയ്താൽ കോമൺ ആയ എഡ്ജസ് എന്തായിരിക്കും? 2 ആയിരിക്കും. നെക്സ്റ്റ് BK യൂസ് ചെയ്തിട്ട് ഒരു ഫണ്ടമെന്റൽ കട്ട് സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. BK, C1, C2, CQ. ഓക്കെ, സോ ഈ കേസിൽ എന്താ കോമൺ എഡ്ജസ് എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. അപ്പൊ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഫണ്ടമെന്റൽ കട്ട് സെറ്റിൽ എന്താ ഈ CI എന്ന് പറയുന്ന കോഡില്ലേ, ഹലോ കേൾക്കുന്നുണ്ട്. ഇതുവരെ ഓക്കെ ആണോ? സെവിൻ, നിവേദ്യ, ടീച്ചർ ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫണ്ടമെന്റൽ സർക്യൂട്ടിലെ ബ്രാഞ്ച് അല്ലാതെ വേറൊരു ബ്രാഞ്ച് സേ BM, സോ ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഫണ്ടമെന്റൽ കട്ട് സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഫണ്ടമെന്റൽ കട്ട് സെറ്റ്. ഓക്കെ, സോ അതിൽ BM ഉണ്ടാകും. ദെൻ കോഡ്സ് C2, CQ. ദെൻ ഈ ഫണ്ടമെന്റൽ കട്ട് സെറ്റും ദിസ് ഫണ്ടമെന്റൽ സർക്യൂട്ടും ഒന്ന് കൺസിഡർ ചെയ്തേ. കോമൺ എഡ്ജസ് എത്രയൊക്കെയാ? CI എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വൺ ഓഫ് ദ കോഡ്സ് ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. ബട്ട് ഇവിടെ കോമൺ എഡ്ജസ് എന്തായിരിക്കും? 1 ആയിരിക്കും, വിച്ച് ഈസ് ഓഡ്. എന്ത് പറയാം, ഈ CI എന്ന് പറയുന്ന കോഡ് എന്തായിരിക്കും? ഇവിടുത്തെ ബ്രാഞ്ചസ് യൂസ് ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽ കട്ട് സെറ്റിൽ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യൂ, വേറൊരു ഫണ്ടമെന്റൽ കട്ട് സെറ്റിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യില്ല.
ഓക്കെ ആണോ? ഞാനൊരു എക്സാമ്പിൾ പറയാം, കുറച്ചും കൂടി ക്ലിയർ ആവും. Okay, so this is a graph. Okay, so ഈ ഡബിൾ ലൈൻ ആണ് ഇത് സ്പാനിങ് ട്രീ. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു വിത്ത് റെസ്പെക്ട് ടു ദി സ്പാനിങ് ട്രീ ഏതൊക്കെയാണ് കോഡ്? എ, ഡി, എഫ്, ജി. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എഫ് യൂസ് ചെയ്തിട്ട് ഒരു ഫണ്ടമെന്റൽ സർക്യൂട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഫണ്ടമെന്റൽ സർക്യൂട്ട് ഏതായിരിക്കും? ഇ എച്ച് കെ എഫ്. ഇ എച്ച് കെ എഫ്. ഓക്കെ, ഇപ്പൊ എഫ് എന്താ? കോഡാണ്. റിമൈനിങ് എഡ്ജസ് എന്താ? ബ്രാഞ്ചസ് ആയിരിക്കും. നിങ്ങൾക്ക് ഓരോ ബ്രാഞ്ചസും യൂസ് ചെയ്തിട്ട് ഫണ്ടമെന്റൽ കട്ട് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് ഫണ്ടമെന്റൽ കട്ട് സെറ്റ് യൂസിങ് ഇ ഏതായിരിക്കും? ഡി ഇ എഫ്. ഡി ഇ എഫ്. Okay, then the fundamental cut set created by H ഏതായിരിക്കും? ഒന്ന് പറഞ്ഞേ. H G F. H G F. The next fundamental cut set using K ഏതായിരിക്കും? എഫ് ജി കെ. എഫ് ജി കെ. നിങ്ങൾ നോക്കിയേ, ഈ എല്ലാ ഫണ്ടമെന്റൽ കട്ട് സെറ്റിൽ എന്താ എഫ് എന്ന് പറഞ്ഞ കോഡ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ലേ? ഇതൊക്കെയാണോ? ഓക്കെ, സപ്പോസ് ഞാൻ എന്ത് ചെയ്യുന്നു, വേറൊരു ബ്രാഞ്ച് പി എന്ന് പറയുന്ന ബ്രാഞ്ച് അതെന്താ ഈ ഒരു ഫണ്ടമെന്റൽ സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ദെൻ പി യൂസ് ചെയ്തിട്ട് എനിക്കൊരു ഫണ്ടമെന്റൽ കട്ട് സെറ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഫണ്ടമെന്റൽ കട്ട് സെറ്റ് യൂസിങ് പി ഏതായിരിക്കും? എ പി ഡി. ഇതിൽ എഫ് എന്ന് പറയുന്ന കോഡ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇതാണ് എന്ത് തിയറം എന്ന് പറയുന്നത്. അതായത് എഫ് എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്തിട്ട് ഒരു ഫണ്ടമെന്റൽ സർക്യൂട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റില് 3 ബ്രാഞ്ചസും ഒരു കോഡും കിട്ടും. ദെൻ ഈ ഫണ്ടമെന്റൽ സർക്യൂട്ടിലെ ഓരോ ബ്രാഞ്ച് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫണ്ടമെന്റൽ കട്ട് സെറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. എല്ലാ ഫണ്ടമെന്റൽ കട്ട് സെറ്റിൽ എന്തുണ്ട്, എഫ് എന്ന് പറയുന്ന കോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഈ ഫണ്ടമെന്റൽ സർക്യൂട്ടിലെ ബ്രാഞ്ച് അല്ലാതെ വേറൊരു ബ്രാഞ്ച് പി യൂസ് ചെയ്തിട്ട് ഒരു ഫണ്ടമെന്റൽ കട്ട് സെറ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാണ്. അവിടെ എന്താണ്, ഈ എഫ് എന്ന് പറയുന്ന കോഡ് ഉണ്ടാവില്ല. Is it clear? കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ, വേറൊരു തിയറം കൂടിയുണ്ട്.
നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം.